ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കിടിലൻ ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞണ്ട് ആദ്യം ഫസ്റ്റ് വൃത്തിയാക്കുന്നതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് ഞണ്ട് ഒരുപാട് നേരം ഇങ്ങനെ വെളിയിൽ വെച്ചേക്കരുത്, വെള്ളമായി പോകും, അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നും. പിന്നെ നന്നായിട്ട് അത് കഴുകിയെടുക്കാം കേട്ടോ. നല്ല മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും അത് കഴുകിയെടുക്കുമ്പോൾ. ഞാൻ 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി അരി എടുത്തിട്ടുണ്ട്, മറ്റേ ഒരു ഓട്ടപാത്രത്തിൽ ഇങ്ങനെ വെള്ളം വാരുമ്പോൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കഴുകി എല്ലാം പെറുക്കിയെടുക്കും. കുറച്ച് നല്ല വലുതും ഉണ്ട്, കുറച്ച് പൊടി ഞണ്ടും ഉണ്ട്. പക്ഷേ മാംസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ സമയം നല്ല ടേസ്റ്റുള്ള സമയമാണെന്ന് തോന്നുന്നു ഞണ്ടിൻ്റെ. നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് അതിനോട് ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട് അതിൻ്റെ വയറിൻ്റെ അവിടെ. അത് ഇളക്കിയിട്ട് ഇവിടെ ഒന്നുകൂടെ കഴുകാം കേട്ടോ. അന്നേരം അവിടെ കുറച്ച് ചെളി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മണ്ണൊക്കെ അങ്ങ് പൊക്കോളും. എല്ലാത്തിനും അങ്ങനെ ഇളക്കിയിട്ട് കഴുകിയൊക്കെ എടുക്കാം കേട്ടോ. അതിൽ ഒരച്ചൊക്കെ എടുക്കണം നമ്മൾ. എന്തായാലും ഇതിൻ്റെ തോട് ഒക്കെ അല്ലേ കളയുന്നുള്ളൂ, ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ചെളിയോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോട്ടെ. അങ്ങനെ നന്നായിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് ഉരച്ചിട്ടൊക്കെ ഞാൻ കുറച്ച് കാലും ഒക്കെ പിച്ച് കളഞ്ഞിട്ടെല്ലാം കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ കാലം ഒഴിച്ചിട്ട് ബാക്കി കുഞ്ഞു കുഞ്ഞു കാലങ്ങളൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. കുറേ പേർക്ക് എടുക്കുമെന്ന് തോന്നും കേട്ടോ. വലിയ കാലും ഒരുവിധം ഇച്ചിരി ദൃഢമുള്ളത് മാത്രമേ, മാംസമുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരുപാട് എനിക്കങ്ങനെ കാലൊന്നും കഴിക്കുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. പൊതുവെ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഞണ്ട്. എൻ്റെ കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമാണെങ്കിൽ പോലും എനിക്കങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ വയറുന്നോ ഉണ്ടാവും, ദഹനക്കേടിൻ്റെ അങ്ങനെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ അതുകൊണ്ട് ഒരു നേരം മാത്രമേ കഴിക്കത്തുള്ളൂ. കഴിക്കുമ്പോൾ ഞാൻ 2 കഷ്ണമൊക്കെ കഴിക്കും. പിന്നെ വൈകിട്ടൊന്നും ഇത് കഴിക്കാൻ ഞാൻ നിൽക്കത്തില്ല. രാത്രി കഴിച്ച് പണി മേടിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. അതുകൊണ്ട് ഇപ്പം ഞാൻ ആ വിധ റിസ്ക് ഒന്നും എടുക്കാറില്ല. ഞണ്ട് ക്ലീൻ ചെയ്യാനും ഞണ്ട് കറി വെക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊക്കെ പാചകം തുടങ്ങുന്ന സമയത്ത് എനിക്ക് എന്തോ ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. കാരണം ഞാനങ്ങനെ അന്നൊക്കെ കഴിച്ചിട്ടുള്ളത് ഞണ്ട് തേങ്ങ അരച്ച് കറി വെക്കുന്നതാണ് കഴിച്ചിട്ടുള്ളത് ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ അവിടെ എല്ലാവർക്കും ഇങ്ങനെ കറി വെച്ചാൽ ഇഷ്ടമാവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാനൊരു ദിവസം ഒരു പരീക്ഷണാർത്ഥം ഇങ്ങനെ നമ്മൾ ഇറച്ചിയൊക്കെ കറി വെക്കുന്ന പോലെ അങ്ങനെ കുറച്ച് വറ്റിച്ച് അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഫസ്റ്റ് ചെയ്ത അന്നങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ പിന്നെ ഇങ്ങോട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ മഞ്ഞ ഓറഞ്ച് കളറുടെ സാധനം ഇട്ട് കേട്ടോ, മുട്ട അതിൻ്റെ പൊന്നെന്നൊക്കെ പറയാം, അത് എടുക്കണം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി കറി വെക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസൊക്കെ കത്തിച്ചിട്ട് നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണയാണ്, ഒരുപാട് എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇടത്തര സവാളയാണ്, വലിയ സവാളയൊന്നുമല്ല. ഗ്യാസിൻ്റെ അങ്ങനെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എപ്പോഴും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലാണ് ചേർത്ത് കൊടുക്കാറ്. സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള നല്ലതായിട്ട് വാടണം കേട്ടോ. നന്നായിട്ട് വാടി വരണം. അതിനാണ് ഞാൻ ചട്ടി വെച്ചത്. ചട്ടിയിലാകുമ്പോൾ നല്ല പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും. ഞണ്ട് അടി പിടിക്കാതെ നോക്കണം കേട്ടോ. അടി പിടിച്ച് കങ്ങിയ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ. കാരണം ഇതിന് കുരുമുളക്, മുളക് പൊടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി എരിവ് ആയി പോകാണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കേണ്ടായോ. അപ്പോൾ അതിനകത്ത് ഉപ്പിട്ടിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് അധികം എരിയില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു വലിയ കഷ്ണം വെളുത്തുള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5-6 നല്ല വലിയ കഷ്ണം വെളുത്തുള്ളിയും നല്ലൊരു കഷ്ണം ഇഞ്ചിയും ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി അടച്ച് വെച്ച് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. നല്ല കുഴഞ്ഞ പരുവത്തി ഇരിക്കണം. നമ്മളെ ഗ്രേവി നന്നായിട്ട് കുറുകണമെങ്കിൽ നമ്മുടെ ഈ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ നന്നായിട്ട് വാടി വരണം, നല്ലതായിട്ട് വാടണം. ഗോൾഡൻ ബ്രൗൺ കരിക്ക് അങ്ങനെയല്ല, വഴന്ന് വരണം നല്ലതായിട്ട്. ഇവിടെ എപ്പോഴും നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നല്ല വറ്റിച്ചിട്ടാണ് ഞണ്ട് എടുക്കാറ്. ഒരുപാട് അങ്ങനെ ചാറൊന്നും ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. ഞാനങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഒഴിച്ചേറി വെച്ചിട്ടാണ്, ഒന്നീ മോരോ അല്ലെ എന്തെങ്കിലും ഒരു തേങ്ങാക്കറി കാണും ഇതിൻ്റെ കൂടെ. അങ്ങനെയാണ് ഇവിടെ കഴിക്കാറ്. അങ്ങനെ ഒരുപാട് ചാറ് ഞണ്ടിന് ഇഷ്ടമല്ല കേട്ടോ. തേങ്ങാക്കറിക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ചാറ് നല്ലതാണ്. ആ തേങ്ങാക്കറിയുടെ ഗ്രേവി അതെനിക്കിഷ്ടമാണ് കേട്ടോ. ഞണ്ട് ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് ആ കറിക്ക് നല്ല ടേസ്റ്റ് കാണും. പക്ഷേ എനിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അത് നല്ല വറ്റി ഇരിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇപ്പുറത്ത് തേങ്ങാക്കറി വെച്ചിട്ടുണ്ട്, അതിന് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിയും കൈ പിടിച്ചിരിക്കുന്നത്. അതിനവിടെ കടുക് വറുക്കുന്ന പരിപാടിയിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനിട്ട് കൊടുക്കാൻ വേണ്ടി. ഒരുപാട് പുളിക്ക് ആവശ്യം ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റമൊക്കെ വരുത്താം. ഇവിടെ ഇത്ര മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ തക്കാളി. ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നിടം വരെ നമുക്ക് വീണ്ടും വാട്ടി കൊടുക്കാം. ഈ ഉള്ളി വാട്ടലിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ് കേട്ടോ. നമുക്ക് നന്നായിട്ട് കുറച്ച് കുരുമുളക് ചതച്ചിട്ട് വരാം കേട്ടോ. ഈ ഉള്ളി വാടുന്ന സമയം കൊണ്ട്
ഇത് നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലാണ്, അതാണ് ഞാനിങ്ങനെ അരിമ്പിച്ച് പിച്ചിയൊക്കെ വെച്ചേക്കുന്നത്. എൻ്റെ കറിവേപ്പ് ഇങ്ങനെ കിളിച്ച് വരുന്നുള്ളൂ. അതിൻ്റെ മണ്ട ഞുള്ളി ഇപ്പം ഞാൻ നുള്ളുന്നത് നിർത്തി വെച്ചേക്കുവാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൂട്ടി വെച്ച് വീണ്ടും നമ്മൾ അടച്ച് വെച്ച് ആവിയിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ച് നമുക്കിത് എടുക്കാം കേട്ടോ. ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുന്നിടം വരെ ഇത് വെയിറ്റ് ചെയ്യാം നമുക്ക്. പൊടികൾ സെപ്പറേറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിട്ട് പെട്ടെന്ന് നമുക്ക് വാട്ടിയെടുക്കാനൊക്കെ പറ്റും. ഞാൻ പിന്നെ സാധനമൊന്നും നിൽക്കില്ലല്ലോ, സമയം കുറച്ചായി കേട്ടോ. ഇത് എൻ്റെ ക്ലീനിങ്ങും വീഡിയോ എടുക്കലും കൂടെ കുറേ സമയമായി. നമ്മൾ നോർമലി കറി വെക്കുമ്പോൾ ഉള്ള സമയമല്ല, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടെ അധികം സമയം നമുക്ക് പോകും കേട്ടോ. ഇതിങ്ങനെ സമയം എൻ്റെ നോക്കി വീഡിയോ കിട്ടുന്നുണ്ടോ നോക്കി അങ്ങനെയൊക്കെ കുറേ ടൈം പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇതിന് വേണം കേട്ടോ. അത് ഞാൻ അന്നേരം നോക്കിയപ്പോൾ കണ്ട, പിന്നെയാണ് ഞാൻ പെരിഞ്ജീരകപ്പൊടിയൊക്കെ തപ്പിയെടുത്തത്. എനിക്ക് എനിക്ക് ആവശ്യമുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഭയങ്കര എരിയില്ലാത്ത മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, വലിയ എരിയൊന്നും ഇതിനില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഏറെ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ എരിയാണ് ഞാൻ കയറി നിൽക്കേണ്ടത്. ഈ പൊടികൾ നന്നായിട്ട് ഉള്ളിക്കകത്തിട്ടൊന്ന് വാട്ടി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇളക്കി കൂട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ട് കുറച്ച് അധികം സമയം ഞാൻ ഇളക്കി അത് വേവിക്കുന്നുണ്ട്. ഇനി ഒരു പച്ച കുത്ത് വരണ്ടാന്ന് വിചാരിച്ചിട്ട് സെപ്പറേറ്റ് ഒന്ന് ചൂടാക്കുവാണെങ്കിൽ നമുക്ക് ഇത്ര അധികം സമയം ഉള്ളിക്കകത്തിട്ട് ഇളക്കണ്ട കേട്ടോ. ഉള്ളിലിട്ട് ഇളക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് ഇളക്കി നീക്കിയെടുക്കാൻ. ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിയാനും സാധ്യതയുണ്ട്. ഈ സമയത്താണ് കേട്ടോ ഞാൻ കുരുമുളക് ചേർത്തിട്ട് നല്ല ഒരു പിടി കുരുമുളക് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല എരിയും ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈ പച്ചമുളകിന് മുളക് പൊടിക്കൊന്നും എരിയില്ലാത്തതുകൊണ്ടാണ് ഇത്രയേറെ കുരുമുളക് ചേർത്ത്. അല്ലെങ്കിൽ ഇച്ചിരി കുരുമുളക് നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് നമുക്ക് പൊടികളൊക്കെ ഏകദേശം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിലിട്ട് ചടപടാന്ന് അടിക്കുന്നില്ല. കപ്പലിൻ്റെ കച്ചവടക്കാരുടെ കൂട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട, ഞാൻ അങ്ങനെയാണ് എപ്പോഴും കേട്ടോ. ഈ കൈ കൊണ്ട് നീക്കിയിടാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ഇങ്ങനെ സ്പൂൺ ഇട്ട് ഇങ്ങനെ തട്ടുന്നത് ചട്ടിയുടെ വക്കത്ത്. അങ്ങനെ ചട്ടിയുടെ വക്കൊക്കെ ചിലതിൻ്റെയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് ഇച്ചിരി പൊടിഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ തട്ടൽ കൂടുതലും ഉണ്ട്. ഇത് നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം കേട്ടോ. ഞണ്ടിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ അടി പിടിക്കും. എൻ്റെ ചട്ടി ആയതുകൊണ്ടാണ് കൂടുതലും പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത. ഞാൻ ആദ്യം തന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും ഞണ്ടിൽ നിന്ന്. അപ്പം ഞാൻ ഒത്തിരി നേരം അങ്ങനെ നോക്കിയിട്ട് ഇച്ചിരി വെള്ളം ഇറങ്ങുന്നുള്ളായിരുന്നു. പിന്നെയാണ് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇതിന് അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ആദ്യം ഞാനൊന്ന് ഇട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് നോക്കി വീണ്ടും ഇളക്കി. അങ്ങനെ കുറേ ടൈം അടച്ചും തുറന്നുമാണ് കേട്ടോ. പിന്നെയാണ് ഞാൻ അതിൻ്റെ ചൂടിറങ്ങി കുറച്ച് ഞണ്ടിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയ ശേഷമാണ് ഒരു അര ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആദ്യം ഉള്ളി വെട്ടാൻ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതുവരെ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഞണ്ടിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. എന്നിട്ട് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിച്ചതുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും പെരിഞ്ജീരകപ്പൊടിയാണ് കൂടുതലും ഒന്നുകൂടെ ഞണ്ടിന് ടേസ്റ്റ് കൊടുക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇത്തിരി ഗരം മസാലയും കൂടെ പൊടിച്ചത്, അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല കേട്ടോ. അതാ കുറച്ചിങ്ങനെ അടപ്പിലോട്ട് തട്ടി മാറ്റിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ പാക്കറ്റിൽ പൊട്ടിക്കാത്തത് ഇരുന്നതുകൊണ്ട് ഞാനത് അങ്ങനെ ഇച്ചിരി ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് അന്നേരം ഇങ്ങനെ ചൂടാക്കി പൊടിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. പെരിഞ്ജീരകം നല്ല മണവും ഒക്കെ കാണും അന്നേരം ഇട്ട് കൊടുക്കുന്നത്. ഇതുവരെയും ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടില്ല. അത് ലാസ്റ്റാണ് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഞണ്ട് കറി അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കറി എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് നമ്മൾ റോസ്റ്റ് പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. വേണ്ടവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഒത്തിരി വറ്റിക്കാണ്ട് എടുത്താൽ മതി. ഞാൻ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിച്ച് നല്ല റോസ്റ്റ് പോലെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം, അതാണ് ഇങ്ങനെ എടുക്കാൻ കാര്യം കേട്ടോ. ഇപ്പം ഞണ്ടിൻ്റെ സീസൺ അല്ലേ, അപ്പം എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.